ഹായ്, കോഴിക്കോട് ആഴ്ചവട്ടത്ത് 20 സെന്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ബ്രിക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ്. ഒരു 2 സ്റ്റോറി വീടാണ്. വളരെ മനോഹരമായിട്ടാണ് ബ്രിക്ക് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങളാണ്. 2 ചെയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, വുഡൻ ചെയേഴ്സ് ആണ്. ഡോറിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീലിലാണ് ഡോർ വരുന്നത്, ഡബിൾ ഡോർസ് ആയിട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പേസ് മാനേജ്മെന്റ് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ വാള് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. തോംസൺ എന്ന ബ്രാൻഡിന്റെ ആണിത്. പിന്നെ ഈ TV യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലായിട്ട് നമ്മളൊരു LED സ്ട്രിപ്പ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ്ലെസ് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് ഹാൻഡിൽസ് ഒന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കില്ല. നമ്മൾ ഈ TV യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് പാനലിൽ മാർബിൾ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിന്റെ സൈഡിലായിട്ട് ഒരു ഫുൾ വാള് ഡെക്കർ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു അത്യാവശ്യം ലാർജ് സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു സോഫ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പ്ഡ് സോഫയാണ്. അതിന്റെ നേരെ അവിടെ നമ്മൾ ഒരു റിക്ലൈനർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ആകർഷകമായിട്ടുള്ളൊരു കോഫി ടേബിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്ലോറിന്റെ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു മാർബിളാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കയറുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഓപ്പണിങ്ങിൽ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്ലൈവുഡ് പാർട്ടീഷൻ, ഈ 2 സ്പേസ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലൈവുഡ് പാർട്ടീഷനും കൂടെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ആന്റിക് ഫർണിച്ചേഴ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫുൾ ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇവിടെയുള്ള സ്പേസിൽ നമ്മളൊരു ദീവാങ്കോട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫർണിച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി PU പെയിന്റഡ് ആണ്. ഡൈനിങ് സ്പേസിൽ നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഈ ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൗണ്ടർ സ്പേസ് വരുന്നത് ഫുൾ ബോഡി ടൈലിലാണ്, സാഗ വൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത്. ഇത് താഴെയായിട്ട് നമ്മൾ 3 ബാർ ചെയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴത്തെ ഡിസൈൻ വരുന്നത് ഫ്ലൂട്ടഡ് പാനൽസിലാണ്. ഈ ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇവിടുത്തെ കിച്ചൺ തന്നെയാണ്. ഒരു ഗ്രേ കളർ തീമിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു ക്ലാസി ഫീൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ഹെറ്റിച്ച് എന്ന പ്രീമിയം ബ്രാൻഡിന്റെയാണ്. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോറിനൊന്നും ഹാൻഡിൽസ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഗോള പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാത്തത് കാരണം നല്ലൊരു പ്രീമിയം ഫിനിഷ് വരുന്നുണ്ട് എല്ലാത്തിനും. അതോടൊപ്പം തന്നെ നമുക്കൊരു ചിമ്മിനി, ഹാഫ് ഡേയുടെ ഒരു ചിമ്മിനി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ലാർജ് ടോൾ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്ന സമയത്ത് ഗ്രേന്റെ ഇടയിൽ നമ്മൾ ഈ ബ്ലാക്ക് കാണുമ്പോൾ ഒരു പ്രീമിയം ടച്ച് വരുന്നുണ്ട്. ഈ പൂജ റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലൈവുഡ് പാർട്ടീഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു CNC കട്ടിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് നമുക്ക് പെയിന്റ് ചെയ്തിട്ടുള്ളത് മെറ്റാലിക് PU ഫിനിഷിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു വുഡൻ ഡോർസ് ആണ്. ട്രഡീഷണൽ ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ നേരെ സൈഡിലായിട്ട് നമുക്ക് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ഇതിന്റെ ബാക്കിൽ വരുന്നത് കംപ്ലീറ്റ്ലി ചാർക്കോൾ പാനലിലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നേരെ മുന്നിലായിട്ട് റൗണ്ട് ഷേപ്പ്ഡ് മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൻ ആൻഡ് ഫിറ്റിംഗ്സ് കംപ്ലീറ്റ്ലി വരുന്നത് ജാഗ്വാർ ബ്രാൻഡിന്റെയാണ് വരുന്നത്. ഇതിന് ഫുൾ ബോഡി ടൈല്, പിന്നെ അതിന്റെ ചുവട്ടിൽ നമുക്ക് 2 സ്റ്റോറേജ് സ്പേസ് കൂടെ വന്നിട്ടുണ്ട്. ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി കണ്ടുവരുന്നത് പോലെ അല്ലാതെ ഒരു വെർട്ടിക്കൽ ടൈപ്പിൽ നമുക്ക് സൈഡിൽ ഒരു ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കാണുന്നത്. ലിവിംഗ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് ഒരു സ്പേസ് കാണാനുണ്ട്. തൊട്ടടുത്ത് ഒരു റൂമിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു സ്പേസ് കാണുന്നുണ്ട്. ഈ സ്പേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. ഡബിൾ ഹൈറ്റിൽ നമുക്ക് മുകളിൽ ഒരു ഓപ്പൺ സ്പേസ് വരുന്നതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടേക്ക് അടിക്കും. ഈ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ വെളിച്ചടിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിൽ നല്ല രീതിക്കുള്ള ഒരു വുഡൻ ഫിനിഷ്ഡ് സ്വിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് ഒരു വെർട്ടിക്കൽ സിംഗിൾ ഡോർ വിൻഡോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് അതേപോലെ തന്നെ അതിന്റെ നേരെ മുകളിലായിട്ടും കാണാം. അതിന്റെ ഇടയിൽ കറക്റ്റ് അലൈൻമെന്റിന് സ്യൂട്ടായിട്ട് തന്നെ ഒരു ക്ലോക്കും പ്ലേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ബ്യൂട്ടി ഈ ഒരു പ്ലേസിലുണ്ട്. 2 ബെഡ്റൂമാണ് താഴെ വരുന്നത്. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബെഡ്, നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു വാർഡ്രോബ് ആണ്. ഇത് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റീലാണ് കേട്ടോ. ഇതിൽ നമുക്ക് വുഡൻ പെയിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരികയാണെങ്കിൽ നമുക്ക് 2 സൈഡ് വിൻഡോസ് കാണാം. 2 സൈഡ് ഓരോരോ വിൻഡോസ് കാണാം. പിന്നെ ഇതൊരു ആന്റിക് പീസ് ആണ്.
കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് പഴയ മോഡലാണ്, നമുക്ക് എവിടെയും കണ്ടുവരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ടേബിളായിട്ടും കൂടെ യൂസ് ചെയ്യാം. സംഭവം നല്ല രസമാണ്. ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡ്രോവേഴ്സ് ആണ്. താഴത്തുള്ള രണ്ടാമത്തെ റൂമാണിത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. ബെഡ് രണ്ട് സൈഡിൽ നമ്മളൊരു ചെറിയ ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ്, ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൂമിൽ നമ്മൾ ഈ സ്ലൈഡിങ് വാർഡ്രോബ്സ് ആണ്. മറ്റു റൂമിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ റൂമിലും. ഇതിൻ്റെയും നേരെ മുകളിലായിട്ടൊരു 4 ലോഫ്റ്റ് ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം ഉള്ളത്. ഈ വീട്ടിലെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റെയർ കേസ് തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻഡസ്ട്രിയൽ കം വുഡൻ ഫിനിഷിൽ ഫ്ലോട്ടിംഗ് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. വേറെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഹാൻഡ് റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതും കംപ്ലീറ്റ്ലി വാഗയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഓവൽ ഷേപ്പ്ഡ് ഒരു ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് ടഫൻഡ് ഗ്ലാസ് 12mm ടഫൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ലിവിംഗ് സ്പേസ് ആണിത്. ഇവിടെ സോഫാസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർണറിലേക്ക് വരുന്നത് ആൻറ്റിക് ആയിട്ട് ഒരു വുഡൻ ഫിനിഷ് ഷോ കേസ് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ താഴെ കണ്ടിട്ടുള്ള ആ സ്വിങ്ങിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സൺലൈറ്റ് കാര്യങ്ങളൊക്കെ നേരെ വീട്ടിലേക്ക് അടിക്കുന്ന രീതിയിലാണ് വരുന്നത്. 2 ബെഡ്റൂമും ഒരു ബാൽക്കണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പർ ലിവിംഗിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ ഒരുപാട് വലിയ സ്പേസ് കാണാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിങ് സൈസ് ബെഡ് വുഡൻ ഫിനിഷിലാണ് വരുന്നത്. 2 സൈഡിലും ടേബിൾ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡ്രോയേഴ്സ്. ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ റൂമിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഡോർ വാർഡ്രോബാണ് കാണുന്നത്. അത്യാവശ്യം ലോങ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്കുള്ള ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഇതിന്. മുകളിലാണെന്നുണ്ടെങ്കിൽ ലോഫ് ക്യാബിനറ്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വരുമ്പോൾ റൂം കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡെക്കർ ഐറ്റംസ് കൂടെ കയറ്റുന്ന സമയത്ത് നമ്മുടെ ബെഡിന് കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് കോർണർ വിൻഡോസ് ആണ് വരുന്നത്. ഫെനസ്റ്റയുടെ UPVC വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രിൽസ് കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഈ ഒരു വൈറ്റ് ആൻഡ് പിന്നെ ഈ ഒരു കർട്ടന്റെ കോമ്പിനേഷനും കൂടെ വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ലുക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ബെഡിന് ഓപ്പോസിറ്റ് വരുന്നിട്ടുള്ള ഈ ഒരു വാളിൽ മറ്റൊരു വിൻഡോയും കൂടെ വരുന്നുണ്ട്. ഇതും സെയിം UPVC വിൻഡോസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ റൂമിലേക്ക് വെളിച്ചവും കാര്യങ്ങളും എത്താൻ വേണ്ടി സഹായിക്കും. റൂമിന്റെ ഈ കോർണറിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ സൈസ്ഡ് മിററാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാര്യങ്ങളും കിട്ടും. അതിനടുത്ത് തന്നെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അതിന് താഴെ ഒരു ഡ്രോവർ കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്രസ്സിംഗ് ടേബിളിന്റെ ഇവിടെ തന്നെയായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂമാണ്. ഫിറ്റിംഗ്സ് ഒക്കെ മൊത്തം വരുന്നത് റോക്കയുടെ, ജാഗ്വാറിന്റെ അങ്ങനെയൊക്കെ പ്രീമിയം ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലുള്ള രണ്ടാമത്തെ റൂമാണ് ഇത് വരുന്നത്. ഇവിടെ ബെഡ് കിങ് സൈസ് ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ റൂമിലുള്ള പോലെ തന്നെയാണ്. വുഡൻ ഫിനിഷ് ബെഡും 2 സൈഡ് ഡോർസ് കാര്യങ്ങൾ ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഡ്രോവേഴ്സ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്താണ് എങ്കിൽ ഇവിടെയും കോർണർ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് വർക്കിംഗ് ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഈ ഒരു ലൈറ്റിങ്സ് കാര്യങ്ങൾ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും വരുന്നത് കറക്റ്റായിട്ട്. പക്ഷേ ഹാഫ് വ്യൂ ഉള്ള ഒരു മിററാണ് ഇവിടെ വരുന്നത്. ഡ്രോവേഴ്സ് കാര്യങ്ങൾ നല്ല രീതിക്കുള്ള ഒരു സ്പേസും കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു 3 ഡോർസ് ആണ് വരുന്നത് വാർഡ്രോബ് ആയിട്ട്. ഇതും ലോങ് ഹാൻഡിൽസ് ബ്ലാക്ക് നല്ല രീതിക്കുള്ള ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മോളിൽ അതേപോലെ തന്നെ ലോഫ് ക്യാബിൻസ് ഇവിടെയും വരുന്നു. ഓക്കെ, മുകളിലുള്ള കോമൺ ബാൽക്കണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വുഡൻ സ്വിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടുത്തെ ഇന്റീരിയർ ആയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് വിത്ത് സ്റ്റീൽ വെച്ചിട്ടാണ് ഇത് ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്.